പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ആഘോഷങ്ങൾക്കിടയിൽ ക്രമസമാധാനവും ജനങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് പോലീസ് വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ആഘോഷങ്ങളുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അപകടങ്ങളും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷാ പദ്ധതിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒത്തുചേരുന്ന ഈ വേളയിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുക എന്നതാണ് ഈ നടപടിയുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 1500 പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകമായി വിന്യസിച്ചത്. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രത്യേക പെട്രോളിംഗ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ജനങ്ങൾ ഒത്തുചേരാൻ സാധ്യതയുള്ള പാതയോരങ്ങളിലും ടൗൺ പരിസരങ്ങളിലും കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പാതയോരങ്ങളിൽ അനധികൃതമായി കൂട്ടം കൂടി നിൽക്കുന്നത് ഗതാഗതത്തിനും ക്രമസമാധാനത്തിനും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്നതിനാൽ ഇത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങളെ പോലീസ് അനുവദിക്കില്ല. ഗ്രൗണ്ടുകൾ, പാർക്കുകൾ, ബീച്ചുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നിശ്ചിത സമയത്തിന് ശേഷം ആഘോഷങ്ങൾ തുടരുന്നത് നിയന്ത്രിക്കും. ആഘോഷങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ പോലീസ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. തിരക്കേറിയ ഇടങ്ങളിലും ആഘോഷങ്ങൾ നടക്കുന്ന പ്രധാന പോയിന്റുകളിലും യൂണിഫോമിലുള്ള പോലീസുകാരെ കൂടാതെ മഫ്തി പോലീസിനെയും വിന്യസിക്കും. ശല്യക്കാർ, പൂവാലന്മാർ, പൊതുജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നവർ എന്നിവരെ നിരീക്ഷിക്കാനും അപ്പോൾ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഈ ഷാഡോ പോലീസ് സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുടുംബസമേതം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ഭയരഹിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പുതുവർഷ പാർട്ടികളിലേക്ക് ലഹരി മരുന്നുകൾ ഒഴുകുന്നത് തടയാൻ പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഡിജെകൾ, റിസോർട്ടുകൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പാർട്ടികൾ നടത്തും. മയക്കുമരുന്ന് ഉപയോഗമോ വിതരണമോ കണ്ടെത്തിയാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം ലഹരിയുമായി ബന്ധപ്പെട്ട മറ്റ് സുരക്ഷാ നടപടികൾ ഇവയാണ്: അനധികൃത മദ്യനിർമ്മാണം, ചാരായ വാറ്റ്, സെക്കൻഡ്സ് മദ്യവിൽപ്പന എന്നിവ തടയാൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചു. ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനായി ബാറുകൾ, കള്ളുഷാപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഗുണനിലവാര പരിശോധനയ്ക്ക് അയക്കും. പൊതുസ്ഥലങ്ങളിൽ മദ്യപിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. പുതുവർഷ രാവിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുന്നത് തടയാൻ വാഹന പരിശോധന ശക്തമാക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ രാത്രി മുഴുവൻ ബ്രീത്ത് അനലൈസർ പരിശോധനകൾ തുടരും. അമിത വേഗത, അശ്രദ്ധമായ ഡ്രൈവിംഗ്, ഇരുചക്ര വാഹനങ്ങളിലെ അമിത വേഗത എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമോ ഭരണപരമോ ആയ യാതൊരുവിധ ശുപാർശകളും ഇത്തരം നിയമലംഘനങ്ങളിൽ അനുവദിക്കില്ല. നിയമം ലംഘിക്കുന്നവരെ വിട്ടയക്കാൻ ആര് വിളിച്ചാലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ജില്ലാ അതിർത്തികളിൽ പോലീസ് കർശനമായ പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി കടത്തുന്നവർ, ഗുണ്ടകൾ, പിടിച്ചുപറിക്കാർ എന്നിവരെ തടയാൻ അതിർത്തി കടന്നു വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കും. മുൻകാല കുറ്റവാളികളെയും സ്ഥിരം പ്രശ്നക്കാരെയും നിരീക്ഷിക്കുകയും ആവശ്യമെങ്കിൽ തടങ്കലിലാക്കുകയും ചെയ്യും. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ പോക്കറ്റടിക്കാരെയും മറ്റും പിടികൂടാൻ നിരീക്ഷണം ഏർപ്പെടുത്തും. ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ പൊതുജനങ്ങളും പോലീസിനോട് സഹകരിക്കേണ്ടതുണ്ട്. അപരിചിതരായ വ്യക്തികളിൽ നിന്നും ലഹരി വസ്തുക്കളോ മറ്റോ സ്വീകരിക്കാതിരിക്കുക, അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. എന്തെങ്കിലും അസ്വാഭാവികമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം. പുതുവർഷം എന്നത് സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയും കാലമാണ്. ഈ ആഘോഷം മറ്റൊരാൾക്ക് ശല്യമോ വേദനയോ ആവാതിരിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ്. പോലീസിന്റെ ഈ കർശന നിയന്ത്രണങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, മറിച്ച് എല്ലാവർക്കും സുരക്ഷിതമായി പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ളതാണ്. നിയമങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി നമുക്ക് ഈ പുതുവർഷത്തെ ആവോളം ആഘോഷിക്കാം.